ഗസയിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത്. ഗസയിൽ ഇസ്രായേലിന്റെ പട്ടിണിക്കൊല തുടരുകയാണ്. കുഞ്ഞുങ്ങളടക്കം 10 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. ഇതോടെ ഗസയിലെ പട്ടിണി മരണം മാത്രം 127ആയി. ഇതിൽ 85 പേർ കുട്ടികളാണ്. സഹായ വിതരണ കേന്ദ്രങ്ങളിലെ കൂട്ടക്കൊലയിൽ 34 പേർ ഉൾപ്പെടെ ഇന്ന് കൊന്നുതള്ളിയത് 63 പേര്. ഗസ ഐക്യദാർഢ്യവുമായി പുറപ്പെട്ട പുതിയ ഫ്രീഡം ഫ്ലോട്ടില കപ്പലിനെ നേരിടാൻ ഒരുങ്ങി ഇസ്രായേൽ സേന. വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ നീക്കം നടത്താതെ ഇസ്രായേൽ. തെലവീവിൽ കൂറ്റൻ നെതന്യാഹു വിരുദ്ധ റാലി. MC നാസർ വിശദാംശങ്ങൾ നൽകാൻ ദുബൈയിൽ നിന്ന്. MC കണ്ടു നിൽക്കാൻ വയ്യാത്ത കാഴ്ചകളാണ് ഗസയിൽ നിന്ന് പുറത്തു വരുന്നത്. പട്ടിണി മരണം 127 ആയിരിക്കുന്നതിൽ 85 കുഞ്ഞുങ്ങളാണ്. ഇന്നും മരിച്ച 10 പേരിൽ കൂടുതലും കുഞ്ഞുങ്ങളാണെന്ന വിവരം കൂടി ലഭിക്കുകയാണ്. പട്ടിണിയെ മുതിർന്നവർക്കൊരു പക്ഷേ കൂടുതൽ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും. കുഞ്ഞുങ്ങൾക്ക് പക്ഷേ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇസ്രായേൽ കരുതിക്കൂട്ടി എന്ന് വെച്ചാൽ അധികം ചെലവില്ലാത്ത ഒരു ആയുധമാണ്. ബോംബിട്ടും മിസൈലിട്ടുമൊക്കെ പരമാവധി ആളുകളെ കൊന്നൊടുക്കി. ഇതിപ്പോൾ അധികം ചെലവില്ലാതെ ഗസയിലെ പുതിയ തലമുറയെ കൊന്നൊടുക്കാൻ പറ്റുന്ന ഒരു തന്ത്രമാണ്. ആ രീതിയിലാണോ ഇതെടുക്കുന്നത്, അതോ എന്താണ് ഇസ്രായേലിൻ്റെ ഈ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന ഈ പുതിയ സ്ട്രാറ്റജി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും വളരെ ഹൃദയഭേദകമായിട്ടുള്ള ചിത്രങ്ങളാണ്, വിഷ്വൽസുകളാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ കൂടി വ്യാപ്തിയിലേക്കും കുറെ കൂടി അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കും നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് UN ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്ര മാത്രം തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് പട്ടിണി പിടിമുറുക്കുകയാണ്. അത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മാത്രമല്ല, ഒരു പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആ പട്ടിണി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ അന്തർദേശീയ സമൂഹത്തിൻ്റെയോ മറ്റോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ തോതിലുള്ള ഒരു മരണസംഖ്യ ഉയരുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്രമാത്രം ദുർബലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്, തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആശുപത്രികളിലും മറ്റും ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പോലും ബോധരഹിതരായിട്ട് മാറുന്നൊരവസ്ഥ, ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെ പട്ടിണിയുടെ ഒരു തുടർ ഭാഗങ്ങളായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും, മാധ്യമ പ്രവർത്തകർ പോലും ശബ്ദം പോലും പുറത്തു വരാത്ത ഒരവസ്ഥയിൽ അവരും ഈ പട്ടിണിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. അതായത് താഴേക്കിടയിലുള്ള സാധാരണ മനുഷ്യർ മാത്രമല്ല, എല്ലാ രംഗങ്ങളിലെയും മനുഷ്യരെ പോലും പൂർണ്ണമായിട്ടും ദുർബലപ്പെടുത്തുമാറുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആസൂത്രിതമായിട്ടുള്ള വംശഹത്യയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇസ്രായേലും അമേരിക്കയും ഈ ഒരു പദ്ധതിയെ കാണുന്നത്. നേരത്തെ 40ഓളം കേന്ദ്രങ്ങളായിരുന്നു ഭക്ഷണ വിതരണത്തിനായിട്ട് യുനർവയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ടായിരുന്നത്. ആ 40 കേന്ദ്രങ്ങളിൽ നിന്ന് 3-4 കേന്ദ്രങ്ങളിലേക്ക് മാത്രം, അതും റഫേൽ മാത്രമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഭക്ഷ്യവിതരണ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന ഒരു പേര് നൽകുന്നു. എന്നിട്ട് അവിടേക്ക് വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണം നൽകുന്നതിന് പകരം വെടിയുണ്ടകൾ പായിച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന ആ രീതി. ഇന്ന് മാത്രം ഇപ്പോൾ 36 പേരെയാണ്, ഈ പട്ടിണിക്കോലങ്ങളായിട്ടുള്ള മനുഷ്യരെയാണ് ഈ വിധത്തിൽ വെടിവെച്ചു കൊന്നിരിക്കുന്നത്. ഏതാണ്ട് 1246 പേരാണ് ഈ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും ഈ ഭക്ഷണം തേടി വന്ന മനുഷ്യർ, അവർ ഈ വെടിയുണ്ടകളേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ആയിട്ട് പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാവുന്നില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഈ വംശഹത്യ ഈ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗസയിൽ നിന്ന് ഈ ഫലസ്തീൻ ജനതയെ പുറന്തള്ളാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കൊണ്ട് അവരെ ഏറ്റെടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകൂ എന്നൊരു ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ വംശഹത്യ ഈ അന്തർദേശീയ സമൂഹത്തിന്റെ നിസ്സംഗതയ്ക്ക് മുന്നിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്. കുറെ കൂടി ശക്തമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ നിലക്കുള്ള ഒരു സമ്മർദ്ദവും തങ്ങളെ ബാധിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇന്നും പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. സിറിയയിലുള്ള ദുറൂസ് വിഭാഗം അവർ നേരിടുന്ന പട്ടിണിയാണ് ഏറ്റവും പ്രധാനം. അവിടേക്ക് വേണമെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ അയക്കാൻ തങ്ങൾ താല്പര്യമെടുക്കും എന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രസ്താവന
കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഗസയിലെ 24 ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ പൂർണ്ണമായിട്ടും ഒന്നുകിൽ വെടിവെച്ച് കൊല്ലുക, അതല്ല എങ്കിൽ പൂർണ്ണമായിട്ടും അവരെ പട്ടിണിയിലൂടെ മരണത്തിന് കീഴടങ്ങാൻ പിന്നെ വിട്ടുകൊടുക്കുക എന്ന കൃത്യമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയുമായിട്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. ഇതിനെ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുഖവിലക്കെടുക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളും സംഘടനകളും ഒപ്പം അന്താരാഷ്ട്ര സമൂഹവുമൊക്കെ നിസ്സംഗമായി കയ്യും കെട്ടി നോക്കി നിൽക്കുന്നൊരവസ്ഥയിലും എങ്ങി നിന്നൊക്കെയുള്ള മനുഷ്യർ പ്രതീക്ഷാവഹമായ ചില നീക്കങ്ങൾ, ചില പ്രതികരണങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാഴ്ചയാണ് ഈ ഫ്രീഡം ഫ്ലോട്ടില കപ്പലിൻ്റെ പുതിയ യാത്ര. നേരത്തെ ഇസ്രായേൽ അത് തടഞ്ഞതാണ്. ഇപ്പോൾ പുറപ്പെട്ട പുതിയ യാത്രയും ഇസ്രായേൽ സേന തടയുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ യാത്ര ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇസ്രായേൽ സേന എങ്ങനെയായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത്? സൈഫുദ്ദീൻ, ഗസ സമുദ്രാതിർത്തിയിൽ പിന്നെ ഈ ഫ്രീഡം ഫ്ലോട്ടില എന്ന കപ്പൽ എത്തിയിട്ടുണ്ട്. ആ കപ്പലിന് ചുറ്റും ഡ്രോണുകൾ അയച്ചുകൊണ്ട് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കപ്പലിൽ നിന്ന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കപ്പലിലുള്ള ഈ സന്നദ്ധ പ്രവർത്തകരെ മുമ്പൊക്കെ നടന്നതുപോലെ അവരെ ആക്രമിച്ച് കീഴടക്കാനാണോ ഇസ്രായേലിന്റെ നീക്കം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും പിന്നെ നീക്കങ്ങളും ബോധ്യപ്പെടുക. എന്തായാലും ഇന്നിപ്പോൾ സൈനിക നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്രീഡം ഫ്ലോട്ടില കപ്പലിനെ അതിശക്തമായി തന്നെ തങ്ങൾ അമർച്ച ചെയ്യും. അതിനുള്ള നീക്കങ്ങളും പദ്ധതികൾക്കും തങ്ങൾ രൂപം നൽകിയിരിക്കുന്നു. ബന്ധപ്പെട്ട സൈനിക നാവിക സേന ഉൾപ്പെടെയുള്ളവരോട് പൂർണ്ണമായിട്ടും ജാഗ്രത പുലർത്താനും ആ കപ്പലിനെ എത്രയും പെട്ടെന്ന് അമർച്ച ചെയ്യാനുമുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതായിട്ട് കൂടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും തങ്ങൾ തളരുകയില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സന്നദ്ധ സംഘടനകൾ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഉപരോധം മറികടന്നുകൊണ്ട് ഏതൊക്കെ രീതിയിൽ പിന്നെ അന്തർദേശീയ സമൂഹത്തിൽ ഈ ഗസയ്ക്ക് വേണ്ടിയുള്ള സഹായം എത്തിക്കാനുള്ള മാർഗങ്ങൾ തങ്ങൾ എത്ര തന്നെ പരാജയപ്പെട്ടാലും എത്ര തന്നെ തങ്ങൾക്ക് ഭീഷണി ഉണ്ടായാലും അതിനൊക്കെ മറികടന്ന് തങ്ങൾ മുന്നോട്ട് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി സന്നദ്ധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ഫ്രീഡം ഫ്ലോട്ടില കപ്പലുകൾ ഗസക്കയിലേക്ക് അയക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഈ രംഗങ്ങളെ മറികടക്കാൻ പ്രതീകാത്മകമായിട്ടുള്ള നീക്കങ്ങളും പല ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈജിപ്തിലെയും മറ്റും കടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാട്ടർ ബോട്ടിലുകളിൽ അരിയും പയർ ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും നൽകിക്കൊണ്ട് കടലിലേക്ക് അയക്കുന്ന ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഐക്യദാർഢ്യ സമരം കൂടി നടക്കുന്നുണ്ട്. പക്ഷെ വളരെ കുറഞ്ഞ ബോട്ടിലുകൾ മാത്രമാണ് ഈ ഗസയുടെ തീരത്ത് എത്തിച്ചേരുന്നത്. പക്ഷെ അതുപോലും ഈ ഒരു പിന്നെ അവസ്ഥയിൽ പിന്നെ തങ്ങൾ ഒറ്റയ്ക്കല്ല, പലസ്തീൻ ജനതയ്ക്കൊപ്പം ലോകമുണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രതീകാത്മക വിളംബരം കൂടിയായിക്കൊണ്ട് ഇത്തരം നീക്കങ്ങൾ കൂടി മാറുകയാണ് സൈഫുദ്ദീൻ. ഒറ്റ കാര്യം കൂടി ഈ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനുള്ള ഒരു നീക്കവും ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നില്ല എന്നതാണ് വിവരം. സ്റ്റീവ് വിറ്റ്കോഫ് നേരത്തെ തെല്ലവീവിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. ഈ ഹമാസിന്റെ പ്രതികരണങ്ങൾ ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും മേഖലകളിൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകളുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അത്തരം നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഈ രണ്ട് സംഘങ്ങളെയും, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംഘങ്ങളെ ദോഹയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കൂടിയാലോചനകൾ നടന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ സംഘാംഗങ്ങൾ ദോഹയിലേക്ക് പുറപ്പെടുക. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവുന്നില്ല. സ്ഥിതിഗതികൾ വളരെ ഭയാനകമാണെന്ന് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഹമാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം കൂടിയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് എന്ന് താൻ ഉറ്റുനോക്കുകയാണ് എന്നുകൂടിയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സുരക്ഷാ വിഭാഗങ്ങളുടെ നിരവധി കൂടിയാലോചനകൾ ഇന്നും ഇന്നലെയുമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിനോ ഹമാസുമായിട്ടുള്ള ഒരു വെടിനിർത്തലിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കാരണം യുദ്ധം പൂർണ്ണമായിട്ട്
നിർത്തിവെക്കാൻ തങ്ങൾ ഒരുക്കമല്ല. യുദ്ധം മുന്നോട്ട് പോകും. വേണമെങ്കിൽ ഒരു 2 മാസത്തെ താൽക്കാലിക വെടിനിർത്തലാകാം. അതിനിടയിൽ ബന്ദികളെ കൈമാറാൻ ഹമാസിന് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ കൈമാറാം എന്നൊരു പ്രതികരണം മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ കാര്യമില്ല. നേരെമറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധവിരാമത്തിലേക്കുള്ള ചുവടുവെക്കാൻ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഉപാധികൾ നിർണ്ണയിക്കണമെന്ന ഒരു നിലപാട് തന്നെയാണ് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് ഇസ്രായേൽ വഴങ്ങാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടക്കുരുതിയും വംശഹത്യയും തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പരോക്ഷമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനൗപചാരിക സ്വഭാവത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ മൂർത്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ വെടിനിർത്തൽ വരുന്നത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ഇനിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 ആഴ്ചയിലധികമായിട്ട് ദോഹയിൽ തുടർന്ന ചർച്ച പൂർണ്ണമായിട്ടും വഴിമുട്ടിയ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഗസയിലെ കൂട്ടക്കുരുതി അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി, ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഗസയിൽ നിന്ന് ഈ കഴിഞ്ഞുപോയ പകലും കാണാനായത്. കുഞ്ഞുങ്ങളടക്കം 10 പേരാണ് പോയ മണിക്കൂറുകളിൽ മാത്രം ഗസയിൽ പട്ടിണി കിടന്ന് മരണപ്പെട്ടത്. ഒപ്പം ബോംബ് വർഷിച്ച മിസൈൽ ആക്രമണങ്ങളിലൂടെയുമുള്ള മറ്റ് കൂട്ടക്കൊലകൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലും വെടിനിർത്തൽ ചർച്ചകൾ ഇപ്പോഴും തീരെ മങ്ങിയ അവസ്ഥയിലും കൂടിയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് MC നാസർ ദുബായിൽ നിന്ന് നൽകിയത്.